ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പന്തളം കുളനടയ്ക്കടുത്തുള്ള ഒരു ആരോഗ്യ നികേതൻ എന്നൊരു പാർക്കാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വരണം. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും വരണമെന്ന് തോന്നും. അതേപോലൊക്കെ നല്ല ഒരു പാർക്കാണ് ഇവിടെ, പന്തളത്ത് അയ്യപ്പൻ്റെ മണ്ണിൽ. പന്തളത്ത് വന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും, കാരണം അത്രയ്ക്ക് ഫേമസ് ആണ് ഇപ്പോൾ ഇത്. സന്ധ്യയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. രാത്രിയാണ് നല്ല ഭംഗി ഒന്നും കൂടി കാണാൻ ഇവിടെ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ അവിടെ കയറി കഴിയുമ്പം തന്നെ ഇതാദ്യം നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. പ്രകൃതിയുമായിട്ട് അത്രത്തോളം ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന അതേപോലൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് നല്ലതാണ്. ഇവിടുത്തെ നല്ല എല്ലാ ആക്ടിവിറ്റീസും നന്നായി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ 4 മണിക്ക് ശേഷം തന്നെ വരണം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് ചെടികളും ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. പഴയ കാലത്തെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഓർമ്മകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ അവിടെ ചെറിയൊരു ബേക്കറി ഉണ്ട്. അവിടെയും കുറേ ഐസ്ക്രീമും പിന്നെ പഴയ ഇലയുടെയും പപ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എൻജോയ് ചെയ്യാം. ഇതൊക്കെ കണ്ടോ, നമ്മൾ പഴയ കാലത്തെ ഇതൊക്കെയല്ലേ ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഒരു കാളവണ്ടിയുണ്ട്. പിന്നെ അതിനെക്കാട്ടിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ഇതൊരു പെട്ടിക്കടയാണെന്നല്ല, ഒറിജിനലായിട്ട് ഒരാൾ ഇരിക്കുന്ന പോലൊക്കെ അല്ല തോന്നുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇത് ഒരാളാണ് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അത്രയ്ക്കാണ്. ഒരു നൊസ്റ്റാൾജിക് ആണ് ഇവിടെ. അവിടെ ഒരു മ്യൂസിക്കാണ്. പിന്നെ ഇവിടെ 4 മണി വന്നു കഴിഞ്ഞാൽ യോഗ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയാണ് ഇവിടെ. പുറത്തുനിന്നൊന്നും ആഹാരം കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാം ഇവിടെ വലിച്ചു വാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാട്ടിലും പണിയാണ്. അത്രത്തോളം വൃത്തിയാണ് ഇവിടെ മീൻ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവിടെ കൊണ്ടുവരണം. അവർക്കതൊക്കെ കാണുമ്പം തന്നെ ഒരുപാട് സന്തോഷമാകും. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ. കുട്ടികൾക്കായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം. ഇതൊരു ബേക്കറിയാണെന്നല്ല തോന്നിക്കത്തുള്ളൂ. ഇതെല്ലാം അല്ലാതുള്ള കാര്യങ്ങളാണ്, ഒറിജിനൽ അല്ല ഇതൊന്നും. പഴയ കാലത്തെ അരകല്ലും ആട്ടുകല്ലും എല്ലാം ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ മുളങ്കാടുകളിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ നല്ലൊരു രസമാണ്. ആ ഒരു കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രത്യേക ഒരു രസമാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ചെസ് ബോർഡ്, അവിടെ നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമുക്ക് നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അച്ചൻകോവിലാറാണ്. അച്ചൻകോവിലാറിൻ്റെ അടുത്താണിത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു കാറ്റും കാര്യങ്ങളും എല്ലാമാണ്. ഇവിടെ ചൂട് നമ്മൾ അറിയത്തേയില്ല. അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് ഇവിടെ. അതുവഴി നമ്മൾ അവിടെ നടന്ന് പോകുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് രസമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമയേകുന്ന കുറേ കാര്യങ്ങൾ. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെയുള്ള എക്സസൈസും കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നതാണ്. കുഞ്ഞുങ്ങളൊക്കെ അവിടുന്ന് എക്സസൈസും കളിക്കുകയും അവർക്ക് എക്സസൈസും ചെയ്യാൻ ചെറിയ ചെറിയ എക്സസൈസും കാര്യങ്ങളുണ്ട്, കളിക്കാനുള്ളതുണ്ട്. മക്കളൊക്കെ അവിടുന്ന് കളിക്കുകയാണെങ്കിൽ വലിയ മുതിർന്നവർക്കൊക്കെ അപ്പുറത്ത് എക്സസൈസ് ചെയ്യാനുള്ളത് കാര്യങ്ങളുണ്ട്. അപ്പം രണ്ടും ഒരുപോലെ നടക്കും. പിന്നെ അതുമാത്രം എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം പോലൊക്കെ നടക്കാൻ അതേപോലൊക്കെ സ്ഥലങ്ങളുണ്ട്. നടക്കുകയും ചെയ്യാം, എക്സസൈസും ചെയ്യാം. എല്ലാം കൊണ്ടും നല്ലൊരിതാണ്.
ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണവും പ്രകൃതിയുമായിട്ടുള്ള ബ്ലെൻഡായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ആരോഗ്യ നികേതൻ ഇവിടെ കാഴ്ചവെക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണിവിടെ. പഴയ ആട്ടുകല്ലും അരകല്ലും ഓരലും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. കുട്ടികളൊക്കെ, ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, ചെടികളുണ്ട്, പിന്നെ അതിലൊരുപാട് പൂക്കളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പൂക്കളും നല്ല നാടൻ ചെടികളും പൂക്കളും എല്ലാം ഉണ്ട് ഇവിടെ. കുട്ടികൾ എന്തുവായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലൊക്കെ ഇഷ്ടമാകും. വൈകുന്നേരമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തെ മ്യൂസിക്കൽ പ്രോഗ്രാമും ലൈറ്റ് അറേഞ്ച്മെൻ്റാണ് ഭയങ്കര. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തതേ ഇല്ല, അത്രയ്ക്ക് രസമാണ് ഇവിടെ. നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്രയ്ക്ക് രസമാണ്. ഇഷ്ടം പോലൊക്കെ നടക്കാനുള്ള സ്ഥലവും ഉണ്ട്. ആരുടെയും ശല്യവും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ, എല്ലാവരും എക്സസൈസ് ചെയ്യുക. കുട്ടികൾ അവിടെ നിന്ന് കളിച്ചാൽ നമുക്ക് വലിയ മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാം, അവിടെ നടക്കാം. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു കാര്യവും പേടിക്കുകയും വേണ്ട. ഈ ഒരു ആനയെ കണ്ടോ? കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആന്നേ പറയുള്ളൂ, അത്രയ്ക്കാണ്. എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പ്രകൃതിയുമായിട്ട് അത്രത്തോളം ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് വേണം പറയാൻ. ഇവിടെ നേരത്തെ നെല്ലുണ്ടായിരുന്നു, ഇതെല്ലാം കൊയ്തു. അത്രയും ഭാഗത്തായിട്ട് നെല്ലുണ്ടായിരുന്നു, അതെല്ലാം കൊയ്തു. മെയിനായിട്ട് എടുത്ത് പറഞ്ഞാൽ ഇവിടെ നല്ല വൃത്തിയാണ്. ഒരുപാട് പൂക്കളും ചിത്രശലഭങ്ങളും. രാത്രിയുടെ ഭംഗി ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇവിടെ വന്നാൽ. ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടും. പൂക്കൾ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഫലവൃക്ഷങ്ങളുണ്ട്, മാവുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ചെടികളൊക്കെ നന്നായിട്ട് വെട്ടി അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട്. അതുകൊണ്ട് ചെണ്ടുമല്ലിയാണ് പല വെറൈറ്റി കളറിൽ. എന്തു ഭംഗിയാണത്. ഞങ്ങൾ 2 മാസം മുന്നേ വന്നപ്പം ഇതില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് കിളിച്ച് അതേപോലൊക്കെ നന്നായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുക്കും നല്ല ഭംഗിയായിട്ട്. പ്രത്യേകിച്ച് ചെണ്ടുമല്ലിയൊക്കെ പെട്ടെന്ന് കിളിച്ച് വരികയും ചെയ്യുമല്ലോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ മാവുണ്ട്, പിന്നെ ചിക്കു, ഇഷ്ടം പോലൊക്കെ ചിക്കു ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് 1 2 ഒക്കെ പറിച്ച് കഴിഞ്ഞാൽ അവരൊന്നും പറയത്തൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അന്നും പറഞ്ഞ് എല്ലാം കൂടെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാകും. ഞങ്ങൾ പറിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. എന്തു ഭംഗിയാന്ന് നോക്കി. ഇത് നല്ല മഞ്ഞ കളറുമുണ്ട്, ഓറഞ്ച് കളറുമുണ്ട്, വെള്ള കളറുമുണ്ട്. നല്ല ഭംഗി. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ വിചാരിക്കും ഒരു തമിഴ്നാട്ടിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ, നല്ല ഭംഗിയാണ്. പൂക്കളല്ലെങ്കിലും കാണുമ്പോഴേ നമുക്ക് എന്തൊരു നല്ലൊരു സന്തോഷമല്ലേ. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും ഒരു ചെടിയൊക്കെ വെച്ച് അതൊരു പൂവും ഒരു കായും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം. അത്രയ്ക്കൊരു സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ. ഇത് കണ്ടില്ലയോ കാന്താരിമുളക്? അതും ഇഷ്ടം പോലെ കാന്താരിമുളക്. ആ ഒരു ലൈറ്റ് വെട്ടത്തിൽ കാണുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗി. രാത്രി ഒരു 4 മണി കഴിയുമ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് മാറണം. അതൊരു പ്രത്യേക ഒരു രസമാണ് ഇവിടെ. ഇതാണ്ട് പനിനീർ ചാമ്പയ്ക്ക്. ഇതെല്ലാം പ്രാവശ്യം ഇഷ്ടം പോലെ കാണാം. 3-4 പനിനീർ ചാമ്പയുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ പറിക്കുകയും ചെയ്യും. അതൊന്നും വഴക്കൊന്നും പറയത്തില്ല. ഇതിനും കൊല കുത്തി ഉണ്ടായതെല്ലാം ഒടിഞ്ഞു വീഴും. അതേപോലെ ഉണ്ടാകുന്നത്. എന്തു ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഞാൻ പിന്നെയും അത് പറഞ്ഞ് അത്രത്തോളം ഭംഗിയാണ് ഇവിടെ. ആ ഒരു പലതരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ലൊരു ഭംഗിയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു 5-6 പ്രാവശ്യം അതിൽ കൂടുതൽ പോയിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്ന് പന്തളത്തോട്ട് പോകാൻ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അവിടെ എല്ലാം മാലിന്യത്തെക്കുറിച്ചും വലിച്ചെറിയൽ അതിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും എല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് അവിടെയും കുറേ ചെടികളുണ്ട്, നല്ല നാടൻ ചെടികൾ. അവിടെ ഒരു വാച്ച് ടവറുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
ഭാഗത്തെ എല്ലാം ഒന്നിച്ച് ആ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ആ ഒരു വ്യൂ അതൊരു പ്രത്യേക ഒരു രസമാണ്. ഇതാ കണ്ടോ, അവിടെ എല്ലാം കാണാൻ പറ്റും. ആ പാർക്കിൻ്റെ അത്രയും ആ ഏരിയ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്, അത്രത്തോളം ഭംഗി. ഇതാ കാണുന്നില്ലേ, എന്ത് നല്ലൊരു ഭംഗിയാണ്. നമ്മൾ ദൂര സ്ഥലങ്ങളിലൊന്നും പോകേണ്ട കാര്യമില്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും പോകണം. അടുത്തുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും അടുത്തുള്ളവരൊക്കെ വന്ന് അവിടെ കുഞ്ഞുങ്ങളായിട്ട് വന്ന് കളിക്കുകയും വലിയ ആൾക്കാർ എക്സസൈസ് ചെയ്യുകയും അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന, നമ്മളവിടെ ബഹിരാകാശത്ത് നിൽക്കുവാൻ തോന്നുന്നു. അതിവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഫോട്ടോ എടുക്കാം. പ്രത്യേക ഒരു ഭംഗിയാണ്. എന്തുകൊണ്ടും എടുത്തു പറയാം, നല്ല നമുക്ക് സമയം ഇവിടെ വന്നിട്ട് വെറുതെ വന്നാണെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. കാരണം പിന്നെയും ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പിന്നെയും വരണമെന്ന് തോന്നും. ഇവിടെ കണ്ട് നീല ആമ്പലും വെള്ള ആമ്പലും വരുന്നുണ്ട്. അതിപ്പോൾ ഇല്ല, മൊട്ടായിട്ടുണ്ട്. നേരത്തെ ഒരുപാടുണ്ടായിരുന്നു, ഉച്ചിൻ്റെയൊക്കെ ശല്യം വരുന്നു. അങ്ങനെ കുറേ അങ്ങ് പോയി. ഇപ്പാണ്ട് പുതുതായിട്ടൊക്കെ വരുന്നുണ്ട്. അത് നല്ലൊരു ഭംഗിയാണ്. നടക്കാനൊക്കെ ഇഷ്ടം പോലൊക്കെ സ്ഥലമുണ്ട്. ഇതാ ഒരുപാട് ലവ് ബേഡ്സ്, പല തരത്തിലുള്ള ഒരുപാട് ലവ് ബേഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് എല്ലാവരും കൂട്ടിനകത്തായിരുന്നു. നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലവ് ബേഡ്സിനെ കാണാൻ പറ്റും. സന്ധ്യയാകുമ്പോൾ അതുങ്ങളൊക്കെ കൂട്ടിക്കയറി. അതിൻ്റെയൊക്കെ ഒരു കളകള സൗണ്ടും ഒരു ചിലപ്പും അച്ചൻകോലാറിൻ്റെ തീരത്തായതുകൊണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും കിളികളുടെ ആ ഒരു കളകള സൗണ്ടും എന്തും കൊണ്ടും പൂക്കളും ചിത്രശലഭങ്ങളും എല്ലാം നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. പ്രത്യേക ഒരു ആംബിയൻസാണ് ഇവിടെ. എല്ലാവരും വന്നെങ്കിൽ മാത്രമേ അത് അത്രത്തോളം അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു ക്യാമറയെ പകർത്തുകയാണെങ്കിൽ അത്രത്തോളം അല്ല വരുന്നതും ഒരു ക്യാമറയെ കാണുന്നതും അത് രണ്ടും രണ്ട് തരത്തിലല്ലേ. എന്നാലും നല്ലൊരു ഭംഗിയാണ്. എല്ലാവർക്കും കണ്ണിനും കുളിർമയും മനസ്സിനൊരു നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇവിടെ. ഇതാ കണ്ടോ, ഇതൊക്കെ നല്ല പൂക്കളം, മുല്ലപ്പൂവിനെക്കാട്ടിലും നല്ല മണമാണെന്ന് വേണം പറയാൻ. ഇതൊരു ലൈബ്രറിയാണെന്ന് തോന്നും, പക്ഷേ ലൈബ്രറി അല്ല, അല്ലാതുള്ള ഫോട്ടോസാണ് ബുക്കിൻ്റെ ഇട പോലെ വെച്ചേക്കുന്നത്. അവിടെ നമുക്കിരിക്കാം. അവിടെ ഒരു കുളമുണ്ട്, അതിനകത്ത് മീനുണ്ട്, ആമയുണ്ട്, അതും നമുക്ക് അവിടെ നിന്ന് കാണാം. അവിടെ കുറേ നേരം ഒരു ഊഞ്ഞാലുണ്ട്, അവിടത്തും നമുക്ക് കുറച്ച് നേരമൊക്കെ വിശ്രമിക്കാം. പിന്നെ ഓരോ എഴുത്തുകാരുടെ ഓരോ വാക്യങ്ങളും അവരുടെ ഫോട്ടോസൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് നമുക്കതും വായിക്കാം. ഇതെല്ലാം ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതാണ് നല്ല രസമായിട്ടുള്ളത്. നല്ല നല്ല പൂക്കൾ. എന്തുകൊണ്ടും നല്ല ഒരു നമ്മുടെ സമയം പോയെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല. അത്രയും നേരം നമുക്ക് നല്ല ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അതായത് കണ്ടോ, ഇതൊക്കെ പനിനീർ ചാമ്പയ്ക്കാണ്. ഇതൊക്കെ ഇഷ്ടം പോലെ ആകുന്നുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.